നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന ലോ ബഡ്ജറ്റിലുള്ള ഒരു 7 സീറ്റർ പെട്രോൾ വാഹനമായിട്ടാണിത്. അപ്പോൾ നിങ്ങളൊരു ചെറിയ ലോ ബഡ്ജറ്റ് വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതും ഫാമിലി മെമ്പേഴ്സ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ടാണ് ന്യൂമർസ് കാർസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഡാറ്റ്സൻ്റെ 7 സീറ്റർ ഗോ പ്ലസ് എന്ന് പറഞ്ഞ വാഹനമാണത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബവ് 50% ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 7 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജ് വെക്കാനുള്ള ചെറിയ സ്പേസാണ് ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ലഗേജ് തന്നെ വെക്കാം, ബാക്കിലെ സീറ്റിൽ പിൻ സീറ്റിൽ ആളുകളില്ലെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനെ പേസ്റ്റിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണെന്നാണ് പറയാനായിട്ട്. നമുക്ക് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോഡി ലൈൻസിനും ഷോൾഡർ ലൈൻസിനൊന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2015 മോഡൽ സെക്കൻഡ് ഓണർ ഡാറ്റ്സൺ ഗോ പ്ലസ് 7 സീറ്റർ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. കമ്പനിയിൽ നിന്ന് അതേ രീതി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ പഴയ കോളിസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗിയറൊക്കെ ആണെങ്കിൽ നമുക്ക് റിറ്റ്സിൻ്റെയൊക്കെ മാതിരി മാരുതി റിറ്റ്സിൻ്റെയൊക്കെ മാതിരി സെൻട്രൽ കൺസോളിലാണ് അതിൻ്റെ ഗിയർ പൊസിഷൻസൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 5 സീറ്റർ വാഹനമാണെങ്കിൽ കൂടി തന്നെ നമുക്കിവിടെ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ സീറ്റൊക്കെ ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം സ്പേസൊക്കെ ഫ്രണ്ടിൽ നല്ല സ്പേസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. സെക്കൻഡ് റോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് റോ, തേർഡ് റോയിൽ വരുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും നമുക്കൊരു ഫാമിലിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന, അതും ലോ ബഡ്ജറ്റിൽ ഇതുപോലൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന 2015 മോഡൽ ഡാറ്റ്സൺ ഗോ പ്ലസിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 68 PS പവർ, 104 Nm ടോർക്കാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 18 to 90 കിലോമീറ്ററാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ചെറിയ പെട്രോൾ 7 സീറ്റർ വാഹനമാണ്. നമുക്കൊരു 13-14 നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 0 to 100 സ്പീഡ് കൈവരിക്കാൻ വേണ്ടി 13 സെക്കൻഡ് മാത്രമാണ് ഈ വാഹനത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു മികച്ച ഒരു പെർഫോമൻസും ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് ഈ കുഞ്ഞൻ സെഗ്മെൻറ്റിൽ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് കിടക്കാം. 2015 മോഡൽ സെക്കൻഡ് ഓണർ വെറും 44,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ലോ ബഡ്ജറ്റ് 7 സീറ്ററായ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,68,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ്, ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.